ഖത്തറും ഈജിപ്തും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ചർച്ചകൾ ഹമാസ് അംഗീകരിച്ചതിനു ശേഷവും റഫേൽ കൂട്ടക്കുരുതിയുമായി ഇസ്രായേൽ സൈന്യം 3 വ്യത്യസ്ത ആക്രമണങ്ങളിൽ കുറഞ്ഞത് 12 പേരെങ്കിലും കൊല്ലപ്പെട്ടു. ഗസയെ സമ്പൂർണ്ണമായി തകർത്ത ശേഷം ഇസ്രായേൽ സൈന്യം റഫേലിലേക്ക് ആക്രമണത്തിന് ഒരുങ്ങിയതായി ഇന്നലെ തന്നെ റിപ്പോർട്ടുകളിലുണ്ടായിരുന്നു. രാത്രിയിലാണ് ഇസ്രായേൽ ടാങ്കുകൾ റഫ അതിർത്തി കടന്ന് ആക്രമണം തുടങ്ങിയത്. നേരത്തെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും ഉൾപ്പെടെ റഫേലിൽ നിന്നും ഒഴിഞ്ഞുപോകണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ ലഘുലേഖകൾ വിതരണം ചെയ്തിരുന്നു. 7 മാസത്തിലേറെയായി തുടരുന്ന ആക്രമണത്തിൽ വെടിനിർത്തൽ സംബന്ധിച്ച് മധ്യസ്ഥരുടെ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചതായി വാർത്തകൾ പുറത്തു വന്നെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതിനിടെയാണ് ഗസയിൽ നിന്നും പലായനം ചെയ്ത ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ കഴിയുന്ന റഫേലിലേക്ക് ആക്രമണം വ്യാപിച്ചത്. യുഎനും യുഎസും ഉൾപ്പെടെ ഇതിനെ എതിർത്തെങ്കിലും ഇസ്രായേൽ അധിനിവേശ സൈന്യം ആക്രമണ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു. മധ്യസ്ഥർ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെയാണ് അംഗീകരിച്ചതായി അറിയിച്ചത്. എന്നാൽ ഈ നിർദ്ദേശം ഇസ്രായേലിന്റെ ആവശ്യത്തിൽ നിന്നും വളരെ അകലെയാണെന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചത്. എന്നാൽ ചർച്ചകൾക്കായി ഒരു പ്രതിനിധി സംഘം കൈറോയിലേക്ക് പോവുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിനു പിന്നാലെയാണ് ഇസ്രായേലിന്റെ യുദ്ധ ക്യാബിനറ്റ് തീരുമാനപ്രകാരം റഫേൽ ആക്രമണം തുടങ്ങിയത്. റഫേലെ ആക്രമണം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് UN ഏജൻസികളും സന്നദ്ധ സംഘടനകളും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹമാസ് അംഗീകരിച്ച താൽക്കാലിക വെടിനിർത്തൽ വ്യവസ്ഥകൾക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. വടക്കൻ ഗസയെയും തെക്കൻ ഗസയെയും വിഭജിച്ചുകൊണ്ട് ഇസ്രായേൽ നിർമ്മിച്ച സെനറ്റ് ചാരയും ഇടനാഴിയിൽ നിന്നും ഇസ്രായേൽ സേനയെ പിൻവലിക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. കുടിയൊഴിക്കപ്പെട്ട ഫലസ്തീനുകളെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്നതും ഗസയിലേക്ക് മാനുഷിക സഹായം ഉൾപ്പെടെയുള്ളവ എത്തിക്കണമെന്നതും ഈ ഘട്ടത്തിൽ അനുമതി നൽകും. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലി സ്ത്രീകളെ വിട്ടയക്കും. ഓരോ ബന്ദികൾക്കും പകരം 50 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കണമെന്നാണ് 1ാം ഘട്ടത്തിലെ നിർദ്ദേശം. 2ാം ഘട്ടത്തിൽ പുരുഷ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരം ഫലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കും. എന്നാൽ എത്ര പേരെയാണെന്ന് നിശ്ചയിച്ചിട്ടില്ല. ഗസയിൽ നിന്നും ഇസ്രായേൽ സേനയെ പൂർണ്ണമായി പിൻവലിക്കും. ഈ ഘട്ടത്തിൽ ഇരുപക്ഷവും ആക്രമണങ്ങൾ നിർത്തിവെക്കും. 3ാം ഘട്ടത്തിൽ ഗസയ്ക്കെതിരായ ഉപരോധം അവസാനിപ്പിക്കുന്നതും പുനർനിർമ്മാണ പദ്ധതി നടപ്പിലാക്കുന്നതും സംബന്ധിച്ച നിർദ്ദേശങ്ങളാണുള്ളത്. വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചെന്ന വാർത്തയ്ക്കു പിന്നാലെ ഗസ നിവാസികൾ തെരുവിലിറങ്ങി ആഘോഷിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യം റഫേലിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചത്. മാത്രമല്ല, തീവ്ര വലതുപക്ഷവാദിയായ ഇസ്രായേൽ മന്ത്രി ഇറ്റാമിർ ബെൻഗർ വെടിനിർത്തൽ നിർദ്ദേശം തള്ളുകയും റഫേലിലേക്ക് അധിനിവേശത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. ഹമാസിന്റെ പ്രഖ്യാപനം ഇസ്രായേലിനെ കരാർ നിരസിക്കുന്ന കക്ഷിയാക്കി ചിത്രീകരിക്കാനുള്ള കുതന്ത്രമാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. അതിനിടെ ഗസയിൽ തടവിലാക്കപ്പെട്ട ഇസ്രായേലികളുടെ കുടുംബാംഗങ്ങൾ തലസ്ഥാനമായ ടെൽ അവീവിൽ പ്രതിഷേധവുമായി എത്തി. വെടിനിർത്തൽ കരാർ സർക്കാർ അംഗീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഹമാസിന്റെ പ്രതികരണം പ്രസിഡന്റ് ജോ ബൈഡനെ അറിയിച്ചിട്ടുണ്ടെന്നും ചർച്ചകൾ നിർണായക ഘട്ടത്തിലാണെന്നും കരാറിലെത്താനുള്ള സാധ്യതകളെ അപകടപ്പെടുത്തുന്ന ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി വക്താവ് ജോൺ കിർബി പറഞ്ഞു.